ഞാൻ ഇന്ന് ഈ ഒരു ദൂതിന് വേണ്ടി ഒരുങ്ങുന്ന സമയം Today, as I was preparing with this word, ഒരു വലിയ ആത്മഭാരം എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇടുകയായിരുന്നു. the Holy Spirit put a great burden of the Spirit in my heart. പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പ്രത്യേക ദിവസമായിട്ടല്ല, എന്നാൽ ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന കാര്യം The Holy Spirit reminded me that this Good Friday, അത് സ്വർഗം മുഴുവൻ യേശു എത്രമാത്രം വലിയൊരു യാഗമായി തീർന്നുവെന്ന് ഓർമ്മിക്കുന്ന ദിവസമാണ്. it is the day that heaven celebrates what a great sacrifice our Lord did for us. തന്റെ പൈതൽ എത്രമാത്രം വലിയ യാഗമായി തീർന്നുവെന്ന് പിതാവ് ഓർക്കുന്ന ദിവസമായി. It is the day that the Father remembers what a great sacrifice His Son did for us. എന്നാൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വലിയ വക എന്ന് പറയുന്നത് ഈ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു മരിച്ച് തീർന്നില്ല, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. Yet the reason of our great joy is that the death of Jesus Christ didn't end there. It led to His resurrection and He's living forever. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആരെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവർ കടന്നു പോയിട്ടുള്ള ദിവസം വളരെ അധികം വികാരം ഉള്ള ദിവസമാണ് അല്ലേ? For most of us, the day we've lost a loved one is something really emotional. നമുക്ക് ഒരുപാട് അവരെക്കുറിച്ചുള്ള ഓർമ്മകളുള്ള ദിവസമാണ്. It is a day we have got great memories about them with us. എത്രമാത്രം അവർ നമുക്കൊരു അനുഗ്രഹമായിരുന്നു എന്നുള്ളത് നാം ഓർക്കുന്ന ദിവസമാണ്. We remember what a great blessing they were in our life. ഇന്ന് നാം നിശ്ചയമായും നാം മനുഷ്യരുടെ കാര്യത്തിൽ നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെ നമുക്ക് ബഹുമാനിക്കാൻ അല്പസമയമെടുക്കാം. യേശു നമുക്ക് എന്തെല്ലാം ആയി തീർന്നു എന്ന് ഓർക്കുവാനായി സമയമെടുക്കാം. And if we can do that for people, then let us take this time to also cherish what all great things the Lord has done for us and has become in ഞാൻ our life. രാവിലെ എൻ്റെ മക്കളോട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. ഒരു കാര്യം പറയാമോ? യേശു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ സ്ഥാനമെടുത്തു. I was telling my children today morning, today is Good Friday, God took His place for us on the cross. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ ആ സ്ഥാനം എടുത്തു എന്ന് ഞാൻ പറഞ്ഞു. Jesus Christ took our place on the cross for our sins. That's what I told my children. അത് കേൾക്കുമ്പം എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. And I asked them, when you hear that, what comes to your mind? ഇറ്റ്സ് അൺഫെയർ എന്ന് പറഞ്ഞു. അത് ന്യായമല്ലെന്ന് അവർ പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ അവർക്ക് അധികം ചിന്തിക്കേണ്ടി ഒന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇറ്റ്സ് അൺഫെയർ. They replied promptly that it's unfair. They didn't have to think too much. അത് ഒരിക്കലും യേശുവിനെ സംബന്ധിച്ച ന്യായമായിട്ടുള്ള കാര്യത്തിലേക്കല്ല യേശു കയറിയത്. As far as our Lord Jesus Christ was concerned, it was not a fair exchange. നാം ഇന്നായിരിക്കുന്ന ഈ ദിവസത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു നമ്മുടെ സ്ഥാനം ക്രൂശിലെടുത്തു. What we have to remember today is that Jesus Christ took our place on the cross. എന്തുകൊണ്ട് യേശുവിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു? Why did He have to do that? നാം അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. As we begin to understand it from the Word of God, we can see it in Ephesians 2. അവിടെ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. It goes like this, Ephesians chapter 2 verse 1, and you were dead in your offenses and sins, in which you previously walked according to the course of this world, according to the prince of the power of the air and of the spirit that is now working in the sons of disobedience. യേശുവിന് ക്രൂശിൽ കയറേണ്ടി വന്നത് നമ്മുടെ നടപ്പ് കാരണമാണ്. It was because of the way we were walking that Jesus Christ had to get on the cross. അതിനുശേഷം ആ വാക്യം പറയുന്ന, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി തീർന്നു. We can read further in verse 3. Among them, we too all previously lived in the lusts of our flesh, indulging the desires of the flesh and of the mind, and were by nature children of wrath, just as the rest. നാം ഓരോരുത്തരുടെയും നടപ്പിനെ കുറിച്ചുള്ള സാഹചര്യങ്ങളാണ് ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. So this verse testifies to the way we used to walk. ഇങ്ങനെ നടക്കുന്നവർക്ക് എന്താണ് തിരുവചനം പറയുന്നതെന്ന് അറിയാമോ? And do you know what the word of God attests for those who walk this way? റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. It is clearly shown in Romans chapter 6 verse 23. അവിടെ പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. So it says here that the wages of sin is death. അവിടെ പറയുന്നത് നാം നടന്ന രീതിയിലുള്ള നടപ്പിന് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് മരണമാണ്.
It reminds us that for the way we used to walk, the only reward is death. വളരെ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ട് അതിന് ശമ്പളം എന്ന് എഴുതിയിരിക്കുന്നു. നല്ല ശമ്പളം വെച്ചിട്ടുണ്ട്, അത് മരണമാണ്. And because we used to very regularly walk consistently in that wrong way, it is given as a wage. It is our wage is death. നല്ല വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാപത്തിന്റെ വേലക്കാരനായതുകൊണ്ട് മാസം ശമ്പളം പോലെ തരാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. Because we were a consistent, faithful worker in sin, our reward or our wage was death. ഇത് ദൈവം അറിഞ്ഞതുകൊണ്ട് ദൈവം അതിനു വേണ്ടിയിട്ട് ചില ചുവടുകൾ എടുത്തു. And because God realized this, He took initiative on our behalf. വളരെ പരിചയമുള്ള വാക്യങ്ങൾ മാത്രമാണ് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ ഗുഡ് ഫ്രൈഡേയുടെ മലയാളം ദുഃഖവെള്ളി അതെങ്ങനെ അങ്ങനെ വരുന്നത് എനിക്കറിയില്ല. എന്നാൽ ഈ ഗുഡ് ഫ്രൈഡേയും ഒരു സാധാരണ ഗുഡ് ഫ്രൈഡേ പോലെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള വാക്യങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. Because these verses might be very familiar to us, but I do not want this Good Friday also just to pass like another Good Friday. That's why I want to start with this foundation. അതുകൊണ്ട് നമ്മുടെ നടപ്പിന് നല്ല ശമ്പളം ഉണ്ടായിരുന്നു, അത് മരണമാ. അത് ദൈവത്തിന് അറിഞ്ഞതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? യോഹന്നാൻ 3:16 പറയും, നമുക്ക് എല്ലാവർക്കും അറിയാം ആ വാക്യം. അത് മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, അതായത് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. So we can read in John 3:16 that for God so loved the world that He gave His only begotten Son, that whoever believeth in Him should not perish but have everlasting life. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അതിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ തുല്യപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം പുത്രനെ പകരം നൽകുവാൻ തക്കവണ്ണമുള്ള സ്നേഹം. So the way God equated His great love for us is that He was willing to sacrifice His own son. ദൈവം ഇത് തീരുമാനിച്ചതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ക്രൂശിൽ കയറേണ്ടി വന്നത്. It is because God decided this that Jesus Christ had to ascend on the cross. നമ്മുടെ പാപത്തിന്റെ മധ്യേയും ദൈവം നമ്മെ സ്നേഹിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് യേശു ക്രൂശിൽ കയറേണ്ടി വന്നു. This was because God decided to love us regardless of our sins. അതുകൊണ്ട് ഇന്ന് ആർക്കെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നുവോ എന്ന് സംശയമുണ്ടെങ്കിൽ ഈ വാക്യം ഇനി ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Therefore, if anyone has any doubt regarding the love of God, I pray that you wouldn't forget this verse. കുഞ്ഞുങ്ങളുള്ളവർക്ക് പ്രത്യേകമായിട്ട് അറിയാം, നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ല, ഇച്ചിരി വലിയ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പിള്ളേരൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ ആ ചുമ നേരെ കൊള്ളുന്നത് ഇവിടെ. For all parents would realize that if there is a difficulty for us, we can live with it. But if anything happens to our children, it's what hurts us the most. നമുക്ക് വർഷങ്ങളായിട്ട് പല ക്രോണിക് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ശരി, കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ടൊരു ചുമ വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. Though parents might be suffering with chronic diseases, the first cough that happens to our child is very hurtful to us. എന്നാൽ ഈ സ്വന്തം മകനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ഈ ദൈവം നമ്മെ സ്നേഹിച്ചു. And yet, this great God was willing to give His own Son for us, and that's how much He loved us. അതുകൊണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹം ഇത്ര വലിയ സ്നേഹമാണെന്ന് ദൈവം കാണിക്കാനായിട്ട് തീരുമാനിച്ചത് സൂര്യനെയും ചന്ദ്രനെയും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടല്ല, സ്വന്തം പുത്രനെ നൽകിക്കൊണ്ടാണ് കാണിച്ചത്. So the way God chose to display His great love for us was not by moving the sun and moon out of its courses, but by giving His own Son. അപ്പം ദൈവം തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് അവിടെ നമ്മോട് പറയുന്നത് എന്താണ്? റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 23 വീണ്ടും നോക്കുക. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. Romans 6:23. So in Romans 6:23 we see that how God equated this love for us is that though the wages of sin is death, but the gift of God is eternal life through Jesus Christ our Lord. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ കയറേണ്ടത് നാം ഓർക്കേണ്ടത് ഈ ലോകത്തിന്റെ പാപം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ അങ്ങാണ്ട് നോക്കാനായിട്ട്. So when we remember the word of God saying the sin of the world, we have a tendency to look all around. ലോകത്തിന് വേണ്ടി യേശുക്രിസ്തു സ്വന്തം ജീവൻ ബലിയായി കൊടുത്തു നോക്കിക്കുമ്പോഴത്തേക്കും ഏതോ പാപികൾക്ക് വേണ്ടി കൊടുത്തെന്നാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. When we read that when Jesus Christ gave His life for the sins of the world, we think it is somebody else, who is the sinner. ഇത് വ്യക്തിപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാ.
യേശുക്രിസ്തു ക്രൂശിൽ കയറിയത് എൻ്റെ പാപത്തിനും കൂടെ ആകുന്നു. But each of us have to personally realize that the reason Jesus Christ got on the cross was for our own sins. കാരണം ഈ എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, കരുണാസമ്പന്നനായിട്ടുള്ള ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Ephesians 2 verse 4 onwards, it reminds us, but God being rich in mercy, because of his great love with which he loved us, even when we were dead in our wrongdoings, made us alive together with Christ. By grace you have been saved. അതിനുശേഷം പിന്നീട് പറയുകയാകുന്നു, നിങ്ങൾ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. And it reminds us that this grace is not because of what we did, but it was the gift of God. അതുകൊണ്ട് ഇന്ന് ഞാൻ മുന്നോട്ടുള്ള ഭാഗങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പാകെ ഞാൻ അടിസ്ഥാനമിടുകയാണ്, യേശുക്രിസ്തു ക്രൂശിൽ കയറിയത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ കാരണമാണ്. So before I proceed further, I want to lay this foundation that Jesus Christ died on the cross for my sins and your sins. അടുത്ത ഭാഗം ഞാൻ പറയാൻ പോകുമ്പോൾ അല്പം കൂടെ കട്ടിയാകും. കാരണം അവിടെ ഞാൻ പറയാൻ പോകുന്നത്, നേരത്തെ ഞാനൊരു ഫൗണ്ടേഷൻ ഇടുക, അതായത് അടുത്ത പറയാൻ പോകുന്നത് നമ്മൾ ആ യേശുവിനെ ക്രൂശിച്ചതെന്നാ, പക്ഷെ ഞാനിതിപ്പോൾ പറയുന്നില്ല. But what I am going to proceed further is a bit more stern. It's something along the lines of that we are the ones who crucified Christ, but I'm not dwelling on it at the moment. അപ്പോൾ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനോടൊരു നന്ദി പറയാൻ കഴിയുമോ? So if we believe Jesus Christ died for our sins, let's raise our hand and give thanks to God. ഇന്നിവിടെ ആയിരിക്കുന്ന ആർക്കും സ്വന്തമായിട്ട് രക്ഷ നേടുവാൻ കഴിവുള്ള ആരുമില്ല. None of us here has the ability to gain salvation for ourselves. എത്ര വലിയ പഠിപ്പുള്ള വ്യക്തിയാണെങ്കിലും ശരി, എത്ര വലിയ പാരമ്പര്യമുള്ള വ്യക്തിയാണെങ്കിലും ശരി, നമുക്ക് സ്വന്തമായിട്ട് രക്ഷ നേടുവാനായിട്ടുള്ള ആ പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണത്തെ മാറ്റുവാനായിട്ടുള്ള കഴിവ് നമുക്കില്ല. Regardless of our education, regardless of our heritage, none of us have the right to or the strength to gain salvation for ourselves, to escape from the death that had been set apart for us. നമ്മുടെ പഴയ നടപ്പിൻ്റെതായിട്ടുള്ള ആ എഫക്ട്സിനെ ക്യാൻസൽ ചെയ്യുവാനായിട്ടുള്ള ശക്തി നമുക്ക് ആർക്കുമില്ല. None of us have the power to cancel the negative effects of our previous walk, our old way of life. എന്നാൽ നമ്മുടെ നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ട് കൃപയാൽ കർത്താവ് നമ്മെ രക്ഷിച്ചു. But our Lord, seeing our helplessness in his grace, have come down and saved us. നമ്മെ വലിയ സ്നേഹം കൊണ്ട് സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് ദൈവം നമ്മെ രക്ഷിച്ചു. With his great love, he gave his own son and saved us. കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ പലതവണ ചോദിച്ചു, വേറെ ഏതെങ്കിലും ഒരു ഹോളി ആനിമലിനെ കൊടുത്താൽ പോരായിരുന്നു? Because when I told my son that Jesus Christ died for us, he kept asking me, couldn't he have given some other holy animal? ഞാൻ പറഞ്ഞു, ഏതിനെ കൊടുത്താലും മതിയാവാത്തതുപോലെ മനുഷ്യൻ പാപം ചെയ്തു. And I replied that no holy animal could actually exchange our sins. ഇതുവരെ ചെയ്തതിനല്ല, എന്നാൽ ഒരു മനുഷ്യകുലത്തിന്റെ സകല പാപപരിഹാരത്തിനും വേണ്ടി ദൈവം തന്നെ മറുവിലയായി വന്ന് ക്രൂശിൽ കയറി. Because that was the cost of the sins of every man, humanity itself. And that's why he got on the cross for us. ഇന്ന് നാം ഈ ഒരു പ്രത്യേക ദിനം നാം ഓർക്കുമ്പോൾ, Today, as we remember this day, നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം, സ്വർഗത്തിന് ഇങ്ങനെ നമുക്ക് ലഭിച്ച ജീവനെക്കുറിച്ച് ചില പ്രതീക്ഷകളുമുണ്ട്. we should never forget that for this life that heaven has granted us, there are expectations. നാം കാണിക്കേണ്ടതായിട്ടുള്ള ശരിയായിട്ടുള്ള ചില റെസ്പോൺസസ് ഈ സ്നേഹത്തിന് നാം നൽകേണ്ടതുണ്ട്. There are certain right responses that we must exchange for this love. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? The problem with our life today, തിരക്ക് കാരണം നമ്മൾ ഇൻസെൻസിറ്റിവിറ്റി ഓക്കെ ആണെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു. because we are busy, we have come to a point where we believe that insensitivity is okay. ആ വഴിയിൽ ഒരു ആക്സിഡന്റ് വന്നാൽ അത് കുഴപ്പമില്ല. If there's an accident along the way, it's okay. ആരുടെങ്കിലും മുഖം വിഷമിച്ചു നിന്നാൽ അത് കുഴപ്പമില്ല. If someone's face is sad, it's okay. ആർക്കെങ്കിലും വേദന ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് കുഴപ്പമില്ല. If somebody is going through pain and we know it, then that is okay. ആരെങ്കിലും വലിയ ഒരു വെപ്രാളത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോയാൽ അത് കുഴപ്പമില്ല. If somebody is going through some great difficulty, then that is okay. നമുക്ക് ശരിക്ക് നാം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കുക.
For everything that we have to give a right response, we have come to accept in our heart that it's okay. അന്യായം കണ്ടാൽ നമുക്ക് കുഴപ്പമില്ല. If we see injustice, it's okay. ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ അത് കുഴപ്പമില്ല. If we see someone hurting somebody, that's okay. കാരണം ഏതിൽ കയറിയാൽ എനിക്ക് പ്രശ്നം വരുമോ എന്നുള്ള ചിന്ത മാത്രമാണ് നമുക്ക്. Because our only thought is, how can we keep ourselves safe? എന്നാൽ നമുക്ക് ഇങ്ങനെ ദാനമായിട്ട് കിട്ടിയിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സ്വർഗത്തിന് ചില പ്രതീക്ഷകളുണ്ട്. But heaven has an expectation for this life that has been granted to us through grace. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, ഇത് നമ്മുടെ ജീവനല്ല എന്ന് പറയാമോ? Can you tell the person sitting next to you, this is not my life? ഇത് എൻ്റെ ജീവനല്ല എന്ന് പറയാമോ? Can you tell, this is not my life? ഇങ്ങനെ അല്ല ജീവിക്കേണ്ടതെന്ന് പറയാമോ? Can you tell them, this is not the way you have to live? സ്വർഗത്തിന് നമ്മളെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടെന്ന് പറയാമോ? Can you tell them, heaven has an expectation regarding us? കാരണം ഇവിടുന്ന് തന്നെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തവർക്കൊരു സറൗണ്ട് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയാൻ പറഞ്ഞത്. It's because that, sometimes it's hard to hear that I'm giving, I'm stressing on this, so it will be like a sound effect. കാരണം നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു തീരുമാനം ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലെന്നാ. Because when we keep listening to the things that we regularly hear, we have a tendency to believe that, we might not need to pay attention. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഇവിടുന്ന് കേൾക്കുന്നു, കേട്ടു, മറന്നു, ആമേൻ പറഞ്ഞു പോകുന്നു. Every Friday and every Sunday we've heard this from here, we've heard it, that's okay, we forgot and we proceed with our അപ്പോൾ life. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ഒരു സറൗണ്ട് എഫക്റ്റും കൂടെ തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കുക. That's why I'm seeing that through the Holy Spirit, if I can give a surround effect to it. അപ്പോൾ സ്വർഗത്തിന് നമുക്ക് ഇങ്ങനെ ദാനമായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭിച്ച ഈ ജീവിതത്തെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. So heaven has an expectation about this life which we got as grace through the blood of Christ. ഈ നാം ശ്രദ്ധിച്ച വാക്യങ്ങളിലെല്ലാം തന്നെ നാം കണ്ട ആദ്യത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചത് എന്തിനു വേണ്ടിയാ? യേശുക്രിസ്തുവിൽ നിത്യജീവൻ ഉണ്ടാകാനായിട്ട്. So from all the verses we heard, we see that Jesus Christ gave his life to us and God saved us this way so that we will have eternal life in Christ. അതുകൊണ്ട് സ്വർഗത്തിന്റെ ആദ്യത്തെ പ്രതീക്ഷയായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ട്രഷർ യുവർ ഇറ്റേണൽ, നിങ്ങളുടെ നിത്യജീവിതത്തെ വലിയ വിലയുള്ളതായിട്ട് എണ്ണുക. കാരണം അതിനു വേണ്ടിയാകുന്നു യേശു ക്രിസ്തു മരിച്ചത്. So the first expectation of heaven is that we treasure our eternal life, because that is the first reason Jesus Christ died for us. അത് നമുക്ക് തിരുവചനം വായിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം, അത് ആദ്യത്തെ ആ പ്രാർത്ഥനയിൽ തീരുമാനമാകുന്ന ഒരു ജീവിതമല്ല. And for those of you who are familiar with the word of God, it's not a decision that is set solid just by our first prayer. കർത്താവേ ഞാൻ സ്വീകരിച്ചു, ഞാനിതാ വന്നു, ഞാൻ കയറി, അങ്ങനത്തെയുള്ള ആ പ്രാർത്ഥനയിൽ തീരുമാനമാകുന്നതല്ല നിത്യജീവൻ എന്ന് പറയുന്നത്. That eternal life is not something that can be decided with a prayer that, my Lord, I have received you as my personal Lord and Savior. ഞാൻ കർത്താവെ അങ്ങേ സ്വീകരിച്ചു എന്ന് പറയുന്നത് ആ നിത്യജീവന്റെ ആരംഭം മാത്രമാകും. When we accept with our mouth that we've received Lord Jesus Christ, then it is the first step, the beginning towards our eternal life. എന്നും നമ്മുടെ നിത്യജീവനെ നമുക്ക് വലിയ വിലയോടുകൂടെ നമുക്ക് കരുതാം. We have to consider our eternal life which came at a great cost. അതിന് മറ്റെന്ത് വില ആരെല്ലാം ഇട്ടാൽ പോലും അതിനേക്കാൾ ഉപരിയായി നിത്യജീവനെ കരുതിക്കൊള്ളണം. No matter what price anyone attests to it, our eternal life is much more expensive than any of that. ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു വില കൊടുക്കേണ്ടി വന്നാൽ പോലും അത് കൊടുത്തോണം. If we have to give a price for our life with Christ, do it readily. കാരണം അതിന് വലിയ വിലയുള്ളത് കൊണ്ടാണ് ഈ സ്വർഗത്തിലെ കുമാരൻ തന്നെ ഈ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചു. It is because that life is so expensive that the Son of Heaven itself, the higher of heaven, died for us. അല്പം എളുപ്പത്തിൽ കിട്ടുന്ന പണത്തിന് വേണ്ടിയോ, It is not for money that can be easily attained, ചില പദവിക്ക് വേണ്ടിയോ, for position or ചില titles, അധികാരത്തിന് വേണ്ടിയോ, for authorities, ചില വിവാഹാലോചനകൾക്ക് വേണ്ടിയോ, neither was it for some marriage proposals. നിത്യജീവന് യോഗ്യമല്ലാത്ത രീതിയിലുള്ള ചുവടുകൾ എടുക്കരുതേ. Do not compromise your eternal life for any of these, തിരുവചനം ഇതിനെ വലിയ ഗൗരവത്തോടുകൂടെ കാണുന്നു. because the word of God sees this with utmost priority. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 29ഉം 30ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, In Matthew chapter 5, 29 and 30, അവിടെ പറയുന്നത്, നിന്റെ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. it says, Now if your right eye is causing you to sin, tear it out and throw it away from you. For it is better for you to lose one of the parts of your body than for your whole body to be thrown into hell.
അതിനുശേഷം പറയുന്നത്, നിന്റെ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. And goes on to read, and if your right hand is causing you to sin, cut it off and throw it away from you. പ്രിയപ്പെട്ടവർ, ഒന്ന് ചിന്തിച്ചാട്ടെ, ഒരു കണ്ണും ഒരു കരവുമില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? Can you consider living your life without a hand and an eye? Is it worth it? തിരുവചനം പറയുന്നത് അതൊന്നുമില്ലെങ്കിലും ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നത് ഗുണകരമാണെന്നാ But പറയുന്നത്. the word of God reminds us that even if you don't have that, it is worth living your life with what you have and going to eternity. ഇനിയുള്ള കാലം ഞാൻ ലോകത്തിലൊന്നും കണ്ടില്ലെങ്കിലും, ഇനിയുള്ള കാലത്തിൽ ഞാൻ ലോകത്തിലൊന്നും ചെയ്തില്ലെങ്കിലും, എൻ്റെ ആത്മാവിനെ ദൈവത്തിങ്കൽ സുരക്ഷിതമായി ഭരമേൽപ്പിക്കുന്നത് ബുദ്ധിയുള്ളവൻ ചെയ്യുന്നതാണെന്ന് തിരുവചനം പറയുന്നു. Even if I don't do anything else in the world with my life, even if I don't attain anything else in the world with my life, if I can give my soul to eternal life in heaven, it is worth it. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് നാം കാണുന്നു. In Acts chapter 2, we can see about the experience of Pentecost. ആ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് മുമ്പ് വരെ യേശുവിനെ തള്ളി പറഞ്ഞതായിട്ടുള്ള പത്രോസ്, ഓടിപ്പോയതായിട്ടുള്ള പത്രോസ്, ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിന്റെ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. The Peter who used to run away scared before the experience of the Holy Spirit, once the Holy Spirit was poured upon him, he behaves differently. ഭയങ്കര ധൈര്യമാണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. When we read what he said, we can see that he was very brave. നാം പലപ്പോഴും വ്യക്തികൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ പറയുന്നതൊക്കെ വളരെ നൈസായിട്ട് പറയാറുണ്ട്. We seldom, most of the time, for not to offend people, these words we take it in a very nice way. അതായത് യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും, That Jesus Christ will take care of കർത്താവ് you. നിങ്ങളെ അനുഗ്രഹിക്കും. God will bless you. അപ്പൊ എന്നാൽ പത്രോസ്, എനിക്ക് തോന്നുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ച വളരെ കാര്യമായിട്ട് വന്നതുകൊണ്ട് ഭയങ്കര ധൈര്യമായി പോയി. But Peter, on the other hand, when the Holy Spirit was poured upon him, he was very brave. അവിടെ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നത്, നിങ്ങൾ യേശുവിനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു എന്നാ പറയുന്നത്. In verse 23, Acts 2, verse 23, he says, "This man delivered over by the predetermined plan and foreknowledge of God, you nailed to a cross by the hands of godless men and put him to death." അതിനുശേഷം 36-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവായി വാഴിച്ചു. And in verse 36, it says that, therefore, that Christ, this Jesus whom you crucified. അവിടെ പറയുന്നത് ഈ വ്യക്തികളെല്ലാം ക്രൂശിച്ച ആൾക്കാരോടല്ല ആ സംസാരിച്ചുകൊണ്ടിരുന്നത്. So, you see that it was not being addressed to the people who crucified Jesus ആ Christ. ക്രൂശിച്ച ആൾക്കാരെ എല്ലാം നിരത്തി നിർത്തി അവരോടല്ല പത്രോസ് സംസാരിച്ചുകൊണ്ടിരുന്നത്. Peter wasn't addressing all those people at that spot who were responsible for crucifying Jesus എന്നാൽ Christ. യേശുവിന്റെ വചനത്തെ സ്വീകരിക്കാതെ, Yet to those people who didn't receive the gospel of Christ, യേശുവിന്റെ പദ്ധതികളെ അറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിൽക്കാതെ, for those who couldn't realize the plans of Jesus Christ and stick with him, യേശുവിന് വേണ്ടി ചുവടുകൾ എടുക്കാത്ത ആ ഇസ്രായേൽ ജനത്തോടാകുന്നു ഈ പത്രോസ് ഇങ്ങനെ പറഞ്ഞത്. this was addressed to those people in Israel who wouldn't respond to God through Jesus Christ. അങ്ങനെ ആകുന്നുവെങ്കിൽ നമ്മളും ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പത്രോസിൽ നിന്ന് കേൾക്കേണ്ടി വന്നേനെ. If that is the case, at that time, if we were there among those people, then this witness would have been for us. ഇന്ന് എൻ്റെ പാപങ്ങൾ മുഖാന്തരം ഞാനാകുന്നു യേശുവിനെ ക്രൂശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? Can you realize that today, me, through my sin, am responsible for crucifying Christ? അതുകൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് യേശുവിൻ്റെ രക്തത്തിൽ നിന്ന് ദാനമായിട്ട് നമുക്ക് ലഭിച്ച ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് നിത്യജീവനെ ഏറെ വിലയുള്ളതായി കരുതുക. So the first thing we have to do to give priority to this life that was gained for us through the blood of Christ is to prioritize our eternal life. രണ്ടാമതായിട്ട് പത്രോസിൻ്റെതായിട്ടുള്ള ഇങ്ങനത്തെ ഈ പ്രസംഗം കേട്ടതിന് ശേഷം അവർ പറയുക, ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് അവർ ചോദിച്ചു. And then we can read further on that once Peter addressed them, their hearts were convicted by the Holy Spirit and they asked, what should we do to be saved? ഈ കുത്തുകൊള്ളണെ തന്നെ മിനിമം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം. So if you have to be convicted, you must be able to listen to what is being said. ഇന്ന് നാം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെവികളെല്ലാം മന്ദമായി പോയി പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാറുള്ളൂ. So
Because we keep listening to a lot of content these days, we can only heed or pay attention to something that is new. ഇന്ന് പരിശുദ്ധാത്മാവിനെ കേൾക്കുവാനായിട്ട് നമുക്ക് സമയം നിശ്ചയമായും എടുക്കുവാനൊരു തീരുമാനമെടുത്താട്ടെ. But shall we decide to set apart time to listen to the Holy ഈ Spirit? പരിശുദ്ധാത്മാവ് പാപബോധം കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്ന ആത്മാവാണ്. This Holy Spirit is responsible for giving us a conviction of our sins. പരിശുദ്ധാത്മാവ് പാപത്തിന് ബോധം കൊണ്ടുവരുമ്പോൾ മാനസാന്തരപ്പെടുവാനായിട്ട് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And when the Holy Spirit gives us conviction of our sins, heaven expects us to repent. ഈ രക്തത്തിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്ന് ദാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ച് സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ ജീവിതം മാനസാന്തരത്തിന്റെ ഒരു ജീവിതമായിരിക്കും. And heaven expects that this life that was given to us at the cost of the blood of Christ, we should respond to it by living a life of repentance. അവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനമേറ്റ് അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ് പറയുന്നത്. And Peter reminds them, if you repent and if you're baptized, you will receive the gift of the Holy Spirit. അന്ന് മാത്രമാണ് ചിലപ്പം ചിലർ മാനസാന്തരപ്പെടും, പിന്നെ മാനസാന്തരം കഴിഞ്ഞ കാലം അന്നത്തെ സ്റ്റെപ്പാണെന്ന് ചിലർ ചിന്തിക്കുന്നു. Some of us are thinking that this repentance was a step that the people at that time took at that age. ക്രിസ്തുവിന് യോഗ്യമല്ലാത്ത ഏത് വഴി നമ്മുടെ ജീവിതത്തിലുണ്ടോ അനുദിനം മാനസാന്തരപ്പെടുവാൻ നമുക്ക് തീരുമാനിക്കാം. If there is any way that is not worthy of a life of Christ, then every time we have to repent. അതിനുശേഷം പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മളെ നയിക്കുമെന്ന് തിരുവചനം പറയുന്നു. And the word of God reminds us that after that, this gift of the Holy Spirit will lead us. നമുക്ക് ഈ സമയം നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ വഴികളിലേക്ക് ഞങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് നമുക്ക് ചോദിക്കാം. Can we lift our hands and ask God, Lord, lead us through the Holy Spirit in a life of repentance? നമ്മുടെ ഹൃദയത്തിൽ നാം ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് കുത്തുകൊള്ളുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. We have to ask if we are being convicted through the word of God. നാം പരിശുദ്ധാത്മാവിന്റെ പാപബോധം നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള മണ്ഡലങ്ങളിൽ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. We have to have a realization of sin through the conviction of the Holy Spirit in our lives. പരിശുദ്ധാത്മാവ് അത് കാണിച്ചു തരുമ്പോൾ നാം ഭയപ്പെട്ടു പോകാതെ, മറുതലിച്ചു പോകാതെ, പരിശുദ്ധാത്മാവെ ഇതിൽ എന്നെ മുന്നോട്ട് നയിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് ചോദിച്ചാൽ. And when the Holy Spirit convicts us, we shouldn't be afraid or turn away, but we should ask the Holy Spirit to lead us through it. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകനെ ദൈവം മുൻപോട്ട് അയച്ചു. To introduce Jesus Christ, the Lord sent John the Baptist before him. അവിടെ യോഹന്നാൻ സ്നാപകൻ ആ മാനസാന്തരത്തിലൂടെ ചിലരെ ഒരുക്കുന്ന സമയത്ത് അവിടെ പരീശന്മാരും സദൂക്യരും വരികയാണ്. And as John the Baptist were preparing people through baptism and repentance, Pharisees and Sadducees were also gathered there. അപ്പോൾ അവരുടെ അടുത്ത് ഈ യോഹന്നാൻ സ്നാപകൻ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം പറയുക, മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്പീൻ. And John the Baptist addressed them as brood of vipers and tells them that bear fruits of repentance. അതായത് യോഹന്നാൻ സ്നാപകൻ ബാപ്റ്റിസത്തിന് മുമ്പ് അവിടെ ഫോം ഫില്ല് ചെയ്യാനല്ല പറഞ്ഞത്. യോഹന്നാൻ സ്നാപകന് നിർബന്ധമുണ്ടായിരുന്നു, നിന്റെയൊക്കെ പ്രവൃത്തി കണ്ടിട്ടേ ഞാൻ ഇവിടെ സ്നാനപ്പെടുത്തുന്നുള്ളൂ. So before baptism, John the Baptist didn't ask them to fill a baptism form. He was insisting that after seeing fruits of repentance only, I'll baptize you. അതായത് അവരെ വിളിച്ചത്, സർപ്പസന്തതികളെ, ഈ ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ നിന്നൊക്കെ ഒഴിവാവാനായിട്ട് നിനക്ക് എങ്ങനെ ബുദ്ധി വന്നെന്നാ ചോദിക്കുന്നു. And John the Baptist addressed them saying, you brood of vipers, how did you have the wisdom to escape the wrath of God? എന്നിട്ട് പറയുക, മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്പീൻ. And then John the Baptist tells them to bear fruits of repentance. ഏതായാലും ഇവിടെ പാസ്റ്റർ ജോൺ ആണ്, യോഹന്നാൻ സ്നാപകനല്ല. ഏതായാലും സ്നാനപ്പെടുത്തി ആലോചിച്ച് നമുക്ക് ഒത്തിരി സമാധാനമുണ്ട്. So we can be relieved that it's not John the Baptist who baptized it, but Pastor John. ഇല്ലെങ്കിൽ എന്തൊക്കെ പലപ്പോഴും കേൾക്കേണ്ടി വരുവാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. Or else I have thought many times, what all would we have had to hear? നമ്മുടെ സ്നാനം കഴിഞ്ഞെങ്കിലും സ്വർഗത്തിന്റെ നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ, നാം അനുദിനം മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ക്കണം. Though we are baptized, the expectation of heaven for us is that we daily bear fruits of repentance. ഈ
പല വാക്യങ്ങളും കേൾക്കുമ്പോൾ അതിന്റെ പ്രായോഗികമായിട്ടുള്ള അർത്ഥം നമുക്ക് പലപ്പോഴും മനസ്സിലാകുകയില്ല. When we hear verses, Bible verses, sometimes we might not understand its foundational meaning. നാം ചിലപ്പോൾ ചിന്തിക്കുന്നത് ആ വാക്യങ്ങളോട് ആമേൻ പറയുമ്പോഴത്തേക്കും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അങ്ങ് നടക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. We think that when we say amen to those verses, all of that will become implemented in our life. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ചില ചോദ്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട്. But shall I ask you a few questions for our mind? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിയിരിക്കുന്നു? How has the crucifixion of Christ changed our lives? യേശുവിന്റെ രക്തം കൊടുത്തിട്ടുള്ള ആ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദാനം നിങ്ങളെ കൂടുതൽ ദയയുള്ളവരാക്കി മാറ്റിയിട്ടുണ്ടോ? Has this free gift that was earned through the blood of Christ made us more merciful? യേശുക്രിസ്തുവിന്റെ സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ഈ ദാനമാകുന്ന രക്ഷ നിങ്ങളെ അല്പം കൂടെ താഴ്മയുള്ള വ്യക്തിയാക്കിയിട്ടുണ്ടോ? Has this free gift of salvation made us more humble people? ദൈവം നിങ്ങളെ സൗജന്യമായി ക്ഷമിച്ചു എന്നുള്ള ആ സുവാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാകുവാനുള്ള സഹായം അത് ചെയ്തിട്ടുണ്ടോ? If you've heard the good news that God has freely forgiven us, have you freely forgiven people? നിങ്ങളുടെ വാക്കുകൾ പരുഷമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അത് മാറിയിട്ടുണ്ടോ? Has your usage of harsh words changed? യേശുവിന്റെ ക്രൂശീകരണം നിങ്ങളുടെ നിശാജീവിതം മാറ്റിയിട്ടുണ്ടോ? Has the crucifixion of Christ changed your night life? നിങ്ങളുടെ നൈറ്റ് ലൈഫ് ഹോളി ആയോ? Has your night life become holy? യേശുവിൻ്റെ ക്രൂശീകരണം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തെ മാറ്റി എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. All of us have to personally think how the crucifixion of Christ has personally changed our ഞാൻ lives. വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും ഇത് പരിശുദ്ധാത്മാവ് ആഴത്തിൽ പലരുടെയും ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യും. I believe that the Holy Spirit is deeply going to work in each of പല our lives. വ്യക്തികളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് സ്വഭാവത്തിൽ വലിയ ഒരു വിടുതലും മാറ്റങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. Holy Spirit is going to work in our life and bring a great change in our behavior and attitude. പരിശുദ്ധാത്മാവ് പുകവലിയുടേതായിട്ടുള്ള അടിമത്തത്തിൽ നിന്ന് ചിലരെ വിടുവിക്കും. Holy Spirit is going to free many people from slavery of smoking. ആ ഒരു ഫിസിക്കൽ അബ്യൂസിൻ്റെതായിട്ടുള്ള ആ ഒരു അടിമത്തത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിടുവിക്കും. From the slavery of physical abuse, the Holy Spirit is going to deliver some യേശുവിന്റെ people. ക്രൂശീകരണം നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന അനുഭവം അനേക സാക്ഷ്യങ്ങൾ സഭയിൽ നിന്ന് കേൾക്കുവാൻ ഇടവരും. Because the crucifixion of Jesus Christ is going to bring great transformation, we are going to hear testimonies of great changes. യേശുവിന്റെ ക്രൂശീകരണം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നില്ല എങ്കിൽ നാം വചനം വായിച്ച് നാം തിരുവചനത്തിൽ ധ്യാനിച്ച് ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. If the crucifixion of Christ hasn't transformed us, then we have to actually ask ourselves, has the meditation of God's word really gone inside us? യേശു എന്നുള്ള നാമം പറയുക മാത്രമല്ല, എന്നാൽ യേശു എന്ന നാമം എന്നെ മാറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. We shouldn't just speak or say the name of Jesus Christ, but it should transform us. ബാർന എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഗ്രൂപ്പാണ്. Barna is a very famous research group. പ്രത്യേകമായിട്ട് സഭകളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളിൽ അവർ പല രീതിയിലുള്ള സർവേകളും റിസർച്ചുകളും ചെയ്യുന്നു. They do many research and surveys in churches. അപ്പം ഒരു പ്രത്യേക റിസർച്ച് പലരിലും ചെയ്യുവാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. They were interested in doing a particular research. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി. But then they stopped it halfway through. കാരണം അവർ തുടങ്ങിയത് ചർച്ചിലെ ലീഡർമാരിൽ വെച്ചായിരുന്നു. Because they began it with the leaders in church. അപ്പം ലീഡർമാരിൽ 70% പേരും പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കണ്ടപ്പോൾ പിന്നെ സഭയിലെ മെമ്പർമാരിൽ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. When they found out that 70% of the leaders in churches were porn addicted, then they decided not to go into the ഞാൻ members. ഇന്ന് ആരെയും കുറ്റം ചുമത്തുവാനായിട്ടല്ല ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. I am not here to condemn anybody. എന്നാൽ ഇന്ന് നാം ഈ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസം നാം ഓർക്കേണ്ടത്, But on this day that we remember the death of our Lord Jesus Christ, യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ പ്രവൃത്തി അല്ല. we should remember that what he did is not a small work. എൻ്റെ മുൻപത്തെ ജീവിതത്തിന്റെ മോശമായ സകല വഴികളെയും വിടുവിക്കുവാൻ ശക്തിയുള്ള ഒരു വലിയ പ്രവൃത്തിയാണ് യേശു ചെയ്തിരിക്കുന്നത്. What he did is a powerful work to deliver our old
unworthy way of life. അതുകൊണ്ട് യേശു ആഗ്രഹിച്ചത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നടത്തുവാൻ ഈ യേശുവിന്റെ പ്രവൃത്തി ശക്തമാണ്. So, if there is someone here who desires that the full work of Jesus Christ's work should be done in our life, then our Lord Jesus Christ is powerful to do it. അതുകൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ് നിത്യജീവന് വേണ്ടി അത് ഏറ്റവും വിലയോടുകൂടെ കരുതുക എന്നുള്ളതായിരുന്നു. So, my first point was to cherish or value our eternal life. രണ്ടാമതായിട്ട് അനുദപിച്ച പരിശുദ്ധാത്മാവിന്റെ നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. Second thing was to repent and accept the leading of our Holy Spirit in our life. മൂന്നാമതായിട്ട് അനുദപിച്ചാൽ മാത്രം പോരാ, എനിക്ക് നിർബന്ധമുണ്ട് അനുതാപത്തിന് യോഗ്യമായിട്ടുള്ള ഫലം അല്ലെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം എൻ്റെ ജീവിതത്തിൽ കണ്ടേ മതിയാകും. And not just that, we should also bear the fruit of repentance in our life. മുൻപ് എന്നോട് ആരെങ്കിലും എന്നെ കളിയാക്കിയാൽ ഞാൻ തിരിച്ച് 4 എണ്ണം കൊടുക്കുമായിരുന്നു. Before, if someone used to make fun of me, I used to hit them back. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള ബലം കൊണ്ട് ഞാൻ എൻ്റെ തീരുമാനങ്ങളെ മാറ്റി ഞാൻ അവരോട് ക്ഷമിക്കുവാൻ തുടങ്ങി. But now, by the power of our Lord Jesus Christ, ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മുടെ മധ്യ എഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I can forgive them, and I believe such testimonies will rise among us. യേശു മറ്റുള്ള ചിലരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല, എൻ്റെ അകമേ നിന്ന് എൻ്റെ ഹൃദയത്തെ മാറ്റുന്ന ദൈവമാണെന്ന് അനേകർ അറിയുന്ന ദിവസങ്ങൾ കടന്നു വരുന്നു. Days are coming when people are going to realize Jesus Christ is not someone who works on other people, but he is going to be someone who works and transforms my life. നാലാമതായിട്ട് ഏറ്റവും അവസാനത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു രക്തത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ദാനമായിരിക്കുന്ന ഈ ജീവിതത്തിൽ live loud for Jesus. The fourth thing I want to remind you is that with this life that we received through the grace of Jesus Christ and through the cost of his blood, live a life that is loud for Jesus. ഇത്രയും വലിയ ഒരു ത്യാഗം ചെയ്തിരിക്കുമ്പോൾ ഒരു ചെറുവിനൽ പോലും അനക്കാതെ വിശ്വാസിയാന്ന് പറഞ്ഞ് ജീവിക്കരുതേ. When such a great sacrifice has been given for your sake, please don't live a life that doesn't even move a finger. ഇത് എൻ്റെ സജഷൻ അല്ല, സ്വർഗം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമാണ്. This is not my suggestion. Heaven is clear about this. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെയും 15-ാമത്തെയും വാക്യങ്ങൾ ഇതാ പറയുന്നത്. In 2 Corinthians chapter 5 verse 14 and 15. അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. There it says that the love of Christ persuades us. അതിനുശേഷം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനിയും ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, And because one died for many, those who live no longer live for themselves. എന്നാൽ സകലർക്കും വേണ്ടി മരിച്ചു ഉയർത്തവനായിരിക്കുന്ന യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന ഈ വാക്യം പറയുന്നു. But for him who died and rose on behalf of everyone. That's what this word reminds. അതുകൊണ്ട് ഒത്തിരി ഒന്നും തിരുവചനം വളരെ വ്യക്തമായിട്ട് ഒത്തിരി ഒന്നും പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഒറ്റ കാരണമേ ഉള്ളത് യേശു എന്നാ പറയുന്നത്. So the word of God reminds us, don't strain yourself too much in praying to get an assurity about this. You have to live for Christ. ഈ കൺഫർമേഷൻ ഒന്നും ചോദിക്കണ്ട. സകലർക്കും വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിന്റെ ജീവിതം ദാനമായി നൽകിയിരിക്കുന്ന തിരുവചനം പറയുന്നു. You don't need to ask for confirmation regarding this. The word of God reminds us that you live your life for Christ to give himself for everyone. ഇന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനുഭവം നമുക്ക് വലിയൊരു തീരുമാനത്തിന് കാരണമാകട്ടെ. Let the experience of Lord Jesus Christ death on the cross be a moment of great decisions for us. ഞാൻ ഈ തീരുമാനമെടുക്കുക, ഞാൻ I will live first for Jesus. ഞാൻ ആദ്യം യേശുവിന് വേണ്ടി ജീവിക്കും. Let us decide that I will live first for Jesus. ആദ്യം എൻ്റെ ഭർത്താവിന് വേണ്ടിയല്ല, Not for my husband, ആദ്യം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, not for my wife, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, not for my children, മറ്റാർക്ക് വേണ്ടിയുമല്ല. not for anybody else. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടിയുമല്ല. What we must be careful about is not even for ourselves. ബാക്കിയെല്ലാം പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അയാൾക്ക് വേണ്ടിയല്ല, ഇവർക്ക് വേണ്ടിയല്ല. We are- വചനം വ്യക്തമായിട്ട് പറയുന്നു, നിനക്ക് വേണ്ടിയുമല്ല. We are happy to say, not for them, not for this person or that person, but the word of God reminds us deliberately, not even for ourselves. കുറെ വേദന അനുഭവിച്ചു കഴിയുമ്പോൾ ചിലർ ആ വേദനയിൽ നിന്ന് പറയുന്ന ചില വാക്യമുണ്ട്, എനിക്കിനി വേറെ ആർക്കും വേണ്ടി ജീവിക്കാൻ പോയി, എനിക്കിനി ഒന്ന് ജീവിക്കണം. Some of us, when we experience deep pain, there is a dialogue that we say many times that I cannot live no longer for anyone else, but only for myself. വേദന സ്വർഗത്തിന് കൊടുത്തിട്ട് സ്വർഗത്തിന് വേണ്ടി ജീവിച്ചാട്ടെ. Give the pain to heaven and live for heaven. എത്ര വേദന നാം അനുഭവിച്ചാലും
യേശു അനുഭവിച്ച വേദനയോളം വരികയില്ല. Regardless of how much pain we go through, it will not be equivalent to the pain Jesus Christ had to suffer. ഞാൻ ഇന്ന് ആ ഗുഡ് ഫ്രൈഡേ കുറിച്ച് എൻ്റെ മക്കളോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, കർത്താവ് ഒരുപാട് അടിയേറ്റാ മരിച്ചത്. When I reminded my children about Good Friday, I was telling them that our Lord had to go through great suffering, great beatings. തീരെ മോശക്കാരനല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, എനിക്കും പപ്പ അടിച്ചപ്പോൾ പണ്ട് ബ്ലഡ് മാർക്കൊക്കെ വന്നിട്ടുണ്ട്. And because my son is smart, he even reminded me that when Papa hit me also, blood had come to my leg. നമ്മൾ എത്ര വേദന അനുഭവിച്ചാലും കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനയുടെ അത്രയും അതിൻ്റെ അടുത്തുപോലും ആയിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ വേദന വേറെ ഒരു ജീവിതശൈലിക്കുള്ള എക്സ്ക്യൂസ് നമുക്ക് ആക്കണ്ട. Regardless of how much pain we go through individually, it will never be equivalent to the pain that Jesus Christ had to suffer for സ്വർഗം us. വളരെ വ്യക്തമായി കോൾസ് ഫോർ എ ടോട്ടൽ സറണ്ടർ, പൂർണ്ണമായിട്ടുള്ള വിധേയത്വത്തിലേക്ക് സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. Heaven clearly calls us for a life of total surrender. അത് തുടങ്ങുന്നത് എങ്ങനെയാ? നമ്മളിൽ നിന്ന് ആരംഭിക്കട്ടെ. ആദ്യം എന്നെ തന്നെ യേശുവിന് വേണ്ടി വേർതിരിക്കണം. And it begins with us. So let me set myself apart for Jesus പെട്ടെന്ന് Christ. ഞാൻ പറഞ്ഞു തീർക്കുക. 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, In 1 Corinthians chapter 9, we read like this. അവിടെ പറയുന്നത് നാം എല്ലാവരും ഓട്ടക്കളത്തിലാണ്. It reminds us that we are all running a race. ഒരുതൻ മാത്രമേ ബിരുദ പ്രാപിക്കുകയുള്ളൂ എന്ന് പറയുന്നു. And it reminds us that only one receives the prize. പക്ഷേ അവിടെ പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ള വാക്യം എന്നെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. But there is a clear instruction that is given there which touched me. അത് ഇന്ന് സഭയിലുള്ള എല്ലാവരോടും ഇവിടെ ഓൺലൈനായിട്ട് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. And I would remind everyone who hears here and even watching online അവിടെ about this. തിരുവചനം നമ്മളോട് പറയാം, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേൻ. It says, run in such a way that you may win. നിന്റെ ജയം ക്രിസ്തുവിൽ നീ ഉറപ്പാക്കിക്കൊള്ളുക. You be assured of your victory in Christ. അയാൾ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി, ഇവര് ചെയ്തില്ല, അവര് ക്ലാസ് എടുത്തില്ല, അത് ചെയ്തില്ല, വീട്ടിൽ പാചകം ചെയ്തില്ല. പ്രാപിപ്പാൻ തക്കവണ്ണം നീ ഓടിക്കൊള്ളുക. Don't make excuses like what they preached wasn't right, what was taught here wasn't right, I didn't get this chance, I didn't get that chance. You be careful to run and receive your അതുകൊണ്ട് prize. പൗലോസ് അപ്പോസ്തലൻ പറയുക, ആകയാൽ നിശ്ചയമില്ലാത്തതുപോലെ അല്ല ഞാൻ ഓടുന്നത്, വെറുതെ ആകാശത്ത് കുത്തുന്നത് പോലെ അല്ല ഞാൻ ഓടുന്നത്, ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു. That's why Apostle Paul writes, I don't run aimlessly, I run disciplining myself and focus at the prize. എനിക്ക് ദൈവസഭയോട് പറയാനുള്ള, give full to Jesus and Jesus will give back at the right time. What I want to remind the church is, give your full to Jesus and Jesus will give you back in the right ഈ time. ഭൂമിയിൽ എന്തെങ്കിലും ഇനി ലഭിച്ചിട്ടില്ല എങ്കിൽ തക്കതായിട്ട് ന്യായപാലനം ചെയ്യുന്ന ദിവസത്തിൽ ശരിയായിട്ടുള്ള ന്യായം ചെയ്യുവാൻ ക്രിസ്തു ശക്തനും വിശ്വസ്തനുമാണ്. If you haven't received anything in your life on this earth, then on the day of judgment, Jesus Christ is faithful to give you your just reward. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുത്താട്ടെ, ഞാൻ ജീവിക്കേണ്ട ഏക കാരണം യേശുവിന് വേണ്ടി, അതിൽ ഞാൻ എൻ്റെ ശ്രദ്ധ ഉറപ്പിച്ച് ജീവിക്കും. So let us take a decision today that my reason for living is Jesus Christ and I will live it with utmost certainty and care. എബ്രായ ലേഖനത്തിന്റെ 12 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ പറയുന്നത്, In Hebrews chapter 12, 1 and 2, it says like അവിടെ this. പറയുന്ന, ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്കുള്ളത് കൊണ്ട് സകല പാപവും ഭാരവും എല്ലാം വിട്ട് യേശുവിൽ കണ്ണുകളെ ഉറപ്പിച്ചോടുവാനായിട്ടാണ് പറയുന്നത്. It says that therefore we also, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and the sin which so easily ensnares us, and let us run with endurance the race that is set before us. യേശുവിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നാട്ടെ. Let us keep our eyes on Jesus. നമ്മുടെ ശ്രദ്ധ ഒരു വ്യക്തിയിലേക്കോ ഒരു ആത്മീയ നേതാവിലേക്കോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നിരാശപ്പെടാനുള്ള സാധ്യത അധികം. If our focus shifts to a person or a spiritual leader, there are high chances for us to be discouraged. ഒരു പക്ഷേ മാതാപിതാക്കളായിരിക്കാം, It could be our parents. നാം അറിയാതെ ആരിലെങ്കിലും നമ്മുടെ ശ്രദ്ധ യേശുവല്ലാതെ ആരിൽ ഉറപ്പിക്കുന്നുവോ അവർ മനുഷ്യരായതുകൊണ്ട് നമ്മെ നിരാശപ്പെടുത്തും. If there is anybody else who we set our focus on other than Jesus Christ, because they are people, they will disappoint us. അതുകൊണ്ടാ തിരുവചനം അതിൻ്റെ ജ്ഞാനം പറയുന്നത്, ഈ ഓട്ടം നമ്മൾ മനുഷ്യരോടുകൂടെ ചേർന്ന് ഓടേണ്ടത് കൊണ്ട് നോക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, മുന്നിലുള്ള ക്രിസ്തുവിനെ ആകും. That is why Word of God in its infinite wisdom reminds us, do not run this race looking left or to the right, but focusing on Jesus. ഏറ്റവും ഒടുവിലായിട്ട് നാം Finally. ഇങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നത്
ദർശനത്തോടുകൂടി നാം ജീവിക്കണമെന്നാകും. As we live for Jesus Christ, heaven desires of us to live with a vision. ഇന്ന് ഞാൻ അല്പം കൗൺസിലിംഗിലും കൂടെ ഞാൻ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് പല വ്യക്തികൾക്കും അറിയുകയില്ല എന്തിനു വേണ്ടി ജീവിക്കണമെന്ന്. Because Pastor Jijo spends his time in counseling, he knows that there are many people who don't know why they have to live. എന്തിനു വേണ്ടി എൻ്റെ സമയം ചെലവഴിക്കണമെന്ന് അറിയുകയില്ല. They don't know why they have to spend their time for, what for. അവർ പുറത്തുപോയി കഴിക്കുന്നു, അതുകൊണ്ട് ഞാനും പുറത്തുപോയി കഴിക്കണം. Because others are going out and eating, I am also going out അവർ and eating. മൂവിക്ക് പോകുന്നു, അതുകൊണ്ട് ഇങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്. Others are going to watch a movie, so that is the way to be happy. ഈസ്റ്റർ ആണെങ്കിൽ അപ്പോൾ അപ്പവും ചിക്കനും വേണം, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാം. If it is Easter, then we need appam and chicken, so that is why this is what I'm going to do in my home as well. നിങ്ങളുടെ ജീവിതത്തിന് യേശുക്രിസ്തു രക്തം നൽകിയ ദാനമായിട്ടുള്ള ജീവനാണെങ്കിൽ ദൈവത്തിൻ്റെ ദർശനം നിങ്ങളെ നയിക്കട്ടെ. If your life was gained by a gift of Jesus Christ's blood, then let the vision of God lead your life. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ത് ചെയ്യണം, അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ മഹാദൗത്യം കൊണ്ട് നിങ്ങൾ തുടങ്ങിയാട്ടെ. If the Holy Spirit hasn't led you into something specific on how to live your life, then start with something good. കാരണം നിങ്ങളെ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്, നമ്മെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് നമ്മിലൂടെ ചെയ്യാൻ എന്തോ കർത്താവിനുണ്ട്, അതുകൊണ്ടാണ് നമ്മെ വെച്ചിരിക്കുന്നത്. Because if our Lord has kept us on this earth, it's because there are things He wants to accomplish through our life. അത് വ്യക്തമായി നമുക്കറിയില്ല എങ്കിൽ കർത്താവ് പൊതുവായി പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ കൊണ്ട് നമുക്ക് ആരംഭിക്കാം. So if we are not clear about that life, then let us start by the things He said to us plainly in the Word of God. എന്താ ദൈവം പൊതുവായിട്ട് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ. In Matthew 28, 19 and 20, The Great Commission. it's the Great Commission. അത് പറയുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. So go. എങ്ങോട്ട് പുറപ്പെടാൻ പറ്റും? നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ? പുറപ്പെടുക. Are you going to your schools? I mean, where all can we go? If you're going to a school, you can go there. ഓഫീസിൽ പോകുന്നുണ്ടോ? നന്നായിട്ട് പുറപ്പെടുക. If you're going to an office, go there. പുറത്ത് ചന്തയിലേക്കോ കടയിലേക്കോ പോകുന്നുണ്ടോ? പുറപ്പെടുക. If you're going to a market, go there. അതിനുശേഷം പറയുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. And then it says, baptize them in the name of the Father, Son, and the Holy Spirit. പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പഠിക്കാനായിട്ട് സമയമെടുത്താട്ടെ. Take time wherever God sends you to teach them about the Father, Son, and the Holy Spirit. അവരുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. And baptizing in their name. ഇവിടെ അടുത്ത സ്നാനം വരുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് നോക്കണം എങ്ങനെയായി ഈ സ്നാനം കഴിപ്പിക്കുന്നത്. The next time we have a baptism here, everyone should come and see how we baptize. ഒരാൾക്ക് കർത്താവിൽ സ്നാനപ്പെടണമെന്ന് താല്പര്യം തോന്നുന്നു, ധൈര്യമായിട്ട് പോയി അങ്ങ് സ്നാനപ്പെടുത്തണം. If there is someone who wants to be baptized in the Lord, go boldly and baptize them. യേശു പറയുന്നത് ചങ്കൂറ്റത്തോടെ അനുസരിക്കുന്ന ഒരു ശിഷ്യനായിട്ടും ശിഷ്യയായിട്ടും മാറണം. Be a disciple who obeys the Lord in courage. ഈ പാസ്റ്റർ അതിനു മുമ്പേ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ? പഠിച്ചു വെക്കണം. Learn what are the questions that the pastor asked before that. എങ്ങനെയാ ഈ ചരിക്കുന്നത്? അത് ട്രൈ ചെയ്യണം. How are things being done? Try it out. അപ്പം അങ്ങനെ സ്നാനപ്പെടുത്തണമെന്നും അതിനുശേഷം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Teaching them to follow all that I commanded you. Go and make them disciples. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എങ്ങനെയാ മനസ്സിലാകുന്നത്? അതുകൊണ്ട് ഇനിയും ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം വായിക്കാൻ. So when you read the word of God next time, keep this in your mind. എൻ്റെ കർത്താവ് എന്നോട് പറയാൻ കൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ തിരുവചനം വായിക്കണം. If I should know what my Lord wants me to do, then you have to read the word of God. ആ കേട്ടത് പ്രമാണിക്കാൻ നോക്കുമ്പോഴേ അറിയുകയുള്ളൂ ചില ബുദ്ധിമുട്ടുകൾ അനുസരിക്കുമ്പോൾ ഉണ്ടെന്നുള്ളത്. അത് ഞാൻ മാസ്റ്റർ ചെയ്യണം. When you hear and try to implement it, you will find out some difficulties and you will know you will have to master it. അതിനുശേഷം ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറയുന്നു. And then it says to go and make them disciples. എനിക്ക് ഈ 1, 2, 3 ഡിസൈപ്പിൾഷിപ്പിന്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ഇപ്പോൾ അവസരമുണ്ടോ എന്ന് അന്വേഷിച്ചാട്ട്. Go and try to find out if you have an opportunity to be a part of the 1, 2, 3 ഒരു discipleship. വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആഴ്ചയിൽ ഒരു ദിവസം പോയി ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പോയി കണ്ട് എന്തെങ്കിലും ഉപദേശിക്കുവാനുള്ള സമയമുണ്ടോ എന്ന് പരിചയപ്പെടുത്തി ഒന്ന് ചിന്തിച്ചാട്ട്. Try to at least meet one person online or offline and spend time with them, discipling them. A life of God's vision. ദൈവത്തിന്റെ ദർശനത്തിന് വേണ്ടിയുള്ള ജീവിതം. A life of God's vision. അതുകൊണ്ട് സ്വർഗത്തിന് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം, സ്വർഗത്തിന് നമുക്ക് ഇങ്ങനെ ദാനമായിട്ട് ലഭിച്ച ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പ്രതീക്ഷകളുണ്ട്.
So heaven has very clear expectations for this life that we have ഇന്നൊരു received. തീരുമാനം എടുത്താട്ടെ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ. Let us decide, God, help us make miraculous changes in our life.